മിസ്റ്റർ CP ജോൺ നമ്മുടെ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ സാറേ വണ്ടിക്കൂലിക്ക് കാശില്ല, ഒശാരം വേണമെന്ന്? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ? നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരോട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങളെ ജയിപ്പിക്കണമെന്ന്? എന്നിട്ട് ആ വോട്ടും വാങ്ങി പോക്കറ്റിലിട്ട് തിരഞ്ഞെടുപ്പും ജയിച്ച് മന്ത്രിക്കസേരയും കിട്ടിക്കഴിഞ്ഞപ്പോ അവർ നിങ്ങൾക്ക് അഭിനയക്കാർ, ദാരിദ്ര്യം അഭിനയിക്കുന്നവർ. സർ, KSRTC യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പണം നൽകേണ്ടതില്ല എന്ന തീരുമാനം നിങ്ങളുടേതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണമെന്നത് അവരുടെ തീരുമാനമാണ്. അവർ എവിടെ ചികിത്സ തേടണമെന്നത് അവരുടെ തീരുമാനമാണ്. അവരാണ് നിങ്ങൾക്ക് മാർക്കിട്ടത്. അവർക്ക് മാർക്കിടാൻ നിങ്ങൾ ആരാണ് സർ? വലത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്കിടാൻ നിന്നു തരുന്നതല്ല കേരളത്തിന്റെ പെൺകരുത്ത്. അവരുടേത് അഭിനയമാണത്രേ. അങ്ങനെയാണെങ്കിൽ അഭിനയമായിരുന്നു സർ നിങ്ങളുടെ വെളുക്കച്ചിരികൾ, നിങ്ങളുടെ കൂടുതൽ ഇടതുകളി, ഒരു പരിധിവരെ നെഹ്റുവാകൽ. അല്ല, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയോട് എന്താണ് ദേഷ്യം? ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ പ്രിയദർശിനി, നാട്യങ്ങൾ മതിയാക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ, അഭിനയിക്കാതിരിക്കും. മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ വോട്ട് വാങ്ങിയത്, അധികാരത്തിലെത്തിയത്. അപ്പോൾ അത് കണ്ടിട്ട് സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്ത്രീകളോട് ഇന്ന് വന്നിട്ട് CP ജോൺ, അതായത് ഗതാഗത വകുപ്പ് മന്ത്രി പറയുകയാണ്, സ്ത്രീകൾക്ക് ബസ്സിന് കാശില്ലാത്തതുകൊണ്ടാണ് ഈ സൗജന്യ യാത്രയിലെ KSRTC ബസ് തന്നെ യാത്ര ചെയ്യുന്നത്. മറ്റ് ബസ്സുകളൊക്കെ വിട്ടിട്ട് ഈ KSRTC തന്നെ സൗജന്യ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്. ഇതേ സ്ത്രീകൾ അവരുടെ കുട്ടികളെ ഈ പ്രൈവറ്റ്, അതായത് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രൈവറ്റ് സ്കൂളിൽ തന്നെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് അവർ പോകുന്നത്, പ്രൈവറ്റ് ആശുപത്രി പോകില്ല. അപ്പോൾ അവർക്ക് പൈസ ഇല്ലല്ലോ എന്ന രൂപത്തിലാണ് പറയുന്നത്. അതായത് ഇവർ വോട്ട് വാങ്ങിയിട്ട് ജയിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ വോട്ട് ചെയ്ത സ്ത്രീകളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ആരാ അപമാനിക്കുന്നത്? കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി. നിങ്ങൾക്ക് വോട്ട് കിട്ടി, നിങ്ങൾ അധികാരത്തിലെത്തി, നിങ്ങൾക്ക് ഇന്നോവ കാറ്, AC കാറ്, അതിലൊക്കെ യാത്ര ചെയ്യാൻ എല്ലാ സുഖസൗകര്യങ്ങളും, മന്ത്രിപദം എന്ന് വെച്ചാൽ എല്ലാ സുഖസൗകര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുകയാണ്. എന്നിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളെ മേക്കിട്ടിട്ട് കയറുക അല്ലേ? സൗജന്യ യാത്ര നിങ്ങൾ പ്രഖ്യാപിച്ചാണ്. ആ സൗജന്യ യാത്രയിൽ അവർ പോകും. അവർ ചിലപ്പോൾ മറ്റ് വണ്ടികളിലൊന്നും പോകില്ല. 2 പ്രൈവറ്റ് ബസ് പോയാൽ അതിൽ പോകില്ല. ചിലപ്പം ഫ്രീ ആയതുകൊണ്ട് KSRTC തന്നെ പോയിരിക്കും. അത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്. നിങ്ങൾ സർക്കാർ കൊടുത്ത ആനുകൂല്യമല്ലേ? അതിൽ പോകുന്നവർ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത് എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞാൽ എന്തൊരു അപമാനിക്കലാണ് ഇവരെ. അതുപോലെ തന്നെ അവരിഷ്ടമല്ലേ സാർ അവരെവിടെ ചേർക്കണം കുട്ടികളെ, അല്ലെങ്കിൽ അവർ ഏത് ഹോസ്പിറ്റലിൽ പോകണം? ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കീഴിലൊക്കെ നല്ല ഗംഭീരമായിട്ട് അടിപൊളി, പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടും വെല്ലുന്ന തരത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഗവൺമെൻറ് ആശുപത്രി തന്നെയാണ് പോകല്. ആ പോയതിനെ കുറ്റം പറയുകയാണ്. പ്രൈവറ്റ് ആശുപത്രി പോകില്ല, ഗവൺമെൻറ് ആശുപത്രി പോകും. കാരണം ഇവർക്ക് പൈസയില്ല. ഇവർ കണ്ടുപിടിച്ച കാര്യം, ഈ അധികാരത്തിൽ വന്നിട്ട് 3-4 മാസമായുള്ളൂ, ഇവർ കണ്ടുപിടിച്ചു പോലും. എന്ത് കണ്ടുപിടിച്ചു? സ്ത്രീകളുടെ കയ്യിൽ പൈസയില്ല. അവർ ഒരു പൈസയും ഇല്ല പോലും സ്ത്രീകളുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഈ സൗജന്യമൊക്കെ അവർ ഇങ്ങനെ ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് ശേഷം KSRTC ഏകദേശം കുത്തുവാള എടുത്തിട്ടാണ് ഉള്ളത്. ഏകദേശം പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ CP ജോണിന് ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിൽ ഈ സ്ത്രീകളെ മേക്കിട്ട് കയറിയിട്ടാണ്. ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും 4 ആൾ കയറാണ്ടെന്നാൽ സുഖമായല്ലോ. ഇമ്മാതിരി അപമാനിക്കര്. പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ?
എന്നാൽ ആശുപത്രി അത് കേട്ടിട്ട് കയ്യടിക്കാൻ വേണ്ടിയിട്ട് കുറേ അണികൾ, ഇമ്മാതിരി അണികളാണ് ഇത്തരം നേതാക്കൾക്ക് ഇത്തരം വഷളത്തരം പറയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പ്രചോദനം നൽകുന്നത് കേട്ടാ. ആ ഒരു കാര്യം പറയുമ്പോൾ കൈമുട്ട് വന്നു സദസ്സെന്ന്. എന്തൊരു എന്താ പറയണ്ടേ. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സുകളോട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറണം. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്. മുഖ്യമന്ത്രി ഇലക്ഷൻ്റെ സമയത്ത് ഒരു വീട്ടിൽ പോയിട്ട് അവരുടെ വാഗ്ദാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ KSRTCനെ പറ്റി പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം കേട്ടോ. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂർ പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം.